ഇത് എവിടെ പോയാലും ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത്, ഇപ്പം ഒരു അന്വേഷണത്തിൻ്റെ വിവിധ സ്റ്റേജുകളിൽ ആളുകൾക്ക് ഇടപെടാം, അല്ലെങ്കിൽ കോടതി ഇടപെടാറുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെ കോടതി ഇടപെടാറുണ്ട്. പക്ഷേ ഒരു ഏജൻസി ഒരു വിഷയത്തിൽ അന്വേഷിക്കേണ്ട എന്ന് കോടതി പറയില്ല. കാരണം സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി, സഹാറ കേസിൽ അതുപോലെ നിരവധി കേസുകളിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായ റൂളിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റും. ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പോയാലും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപ്പീലിന് സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് SFI എന്ന് പറയുന്നത് ഈ രാജ്യത്തെ, പ്രത്യേകിച്ചും ലോകം മാറുകയാണ്, രാജ്യം മാറുകയാണ്, അതുപോലെ കോർപ്പറേറ്റ് സെക്ടറും വലിയ രീതിയിൽ വളരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിനെ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ട ഒരു ഏജൻസി, അതിനെ സംബന്ധിച്ച് കൃത്യമായ റെഗുലേഷൻസ് ഉള്ള ഒരു ഏജൻസി, ആ ഏജൻസി ഇവിടെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ട എന്ന് ഒരു തീരുമാനം കോടതി പറഞ്ഞാൽ അത് ഇന്ത്യയുടെ എക്കണോമിയെ തന്നെ ബാധിക്കും. ആ കാഴ്ചപ്പാട് കോടതികൾക്കില്ലാതിരിക്കില്ല. നൂറ് ശതമാനം ഹൈക്കോടതി എനിക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. ആ പാടെ പിന്നെ ഒരു അറസ്റ്റിന് 5 ദിവസം, കുറച്ച് ദിവസം ചോദിച്ചു. ഓർഡർ വരാനുള്ള കാലതാമസം സാധാരണ ജഡ്ജസ് വെർഡിക്റ്റ് റിസർവ് ചെയ്യും. അത് റിസർവ് ചെയ്ത് 5-ാമത്തെ ദിവസം, 1-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം തന്നെ ഉത്തരവ് വന്നു. ഈ 4 ദിവസത്തിനിടയിൽ അല്ലെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നൊന്നും SFI പറഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്യുമെന്ന് ഓർഡറിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം പറയാം, അറസ്റ്റ് തടഞ്ഞു എന്നാണ് വാർത്ത വന്നത്. അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അറസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞെന്നല്ലാതെ അറസ്റ്റ് ഒരിക്കലും കോടതി അറിഞ്ഞിട്ടില്ല. എൻ്റെ ഡെയിലി ഓർഡർ എടുത്ത് പരിശോധിച്ച് നോക്കി, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഓർഡർ ഇല്ല. പിന്നെ ഇതൊന്നും വിളിച്ചു പോയിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എൻ്റെ ലക്ഷ്യം വീണ വിജയനെ നാളെ അറസ്റ്റ് ചെയ്ത് പൊതുസമൂഹത്തിൽ കൂടെ വിലങ്ങ് വെച്ച് നടത്തുക എന്നുള്ളതല്ല. ഈ കേസ് അന്വേഷിക്കുക കൃത്യമായി എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ കോടതി എടുത്തിട്ടുള്ള ആ കേസിൽ നിന്നും അന്വേഷണമില്ലാതെ തലയൂരാൻ വേണ്ടി മുഖ്യമന്ത്രിയും മകളും നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരിക്കും. ഞാൻ BJP ചേർന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ്. ഈ ഓർഡർ വരുന്നത് ജനുവരി മാസം 31-ാം തീയതി തന്നെയാണ്. അപ്പോൾ എനിക്ക് സ്വാധീനമുള്ള ഒരു ഓർഡറാണെങ്കിൽ, ഒരു അന്വേഷണ ഉത്തരവാണെങ്കിൽ ഞാൻ തന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറയല്ലേ, അന്ന് തന്നെ കൊണ്ടുവെക്കുക. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം എല്ലാ മേഖലയിൽ നിന്നും ഞാൻ നേരിടുന്നുണ്ട്. സ്വാഭാവിക ആളുകൾ ചോദിക്കും അന്ന് തന്നെ. അപ്പോൾ എനിക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് മതി. കോടതിയിൽ കേസ് വന്ന് 12-ാം തീയതിയാണ്. 10-ാം തീയതി ഓർഡർ ഇറങ്ങിയാലും മതി. കോടതിയിൽ SFIക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകന് പറഞ്ഞേക്കാൻ ഓർഡർ, അതിന് മുമ്പ് ഓർഡർ ഉണ്ടാകും. അതിന് മുമ്പ് എന്നാണെങ്കിലും കോടതി ചീത്ത വിളിക്കില്ലല്ലോ. എല്ലാവരിലേക്കും പോകണം. ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ഓർഡിൻ്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും പോകണം. അതിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അതിൽ പരാമർശിക്കാത്ത ആളുകളുണ്ട്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ പരാമർശിക്കാത്ത ആളുകളുടെ ഡീറ്റെയിൽസ് CMRൽ നിന്നും ഒരു സംശയം വേണ്ട SFIO റെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാകണം. അപ്പോൾ അവിടെയും ആളുകളുണ്ടട്ടെ, എല്ലാ മേഖലയിൽ നിന്നും. ഇപ്പോൾ എൻ്റെ പാർട്ടിക്കാരുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ, അവരെയും കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കണം. ഈ വിഷയത്തിൽ ഇത് ഈ നാടിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അത് മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, ഈ നാടിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. കേരളത്തെ ഗൾഫ് രാജ്യത്തേക്കാൾ കൂടുതൽ സമ്പന്നമാക്കാൻ കഴിയുന്ന ധാതുമണലിനെ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. അതിനിവിടെ എല്ലാവരും ഷെയർ മേടിക്കുന്നു. അതിനെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാണ്. ഈ നാടിനെ, നമ്മുടെ നാട്ടിൽ ജോലിയും കൂലിയില്ലാതെ ചെറുപ്പക്കാർ ഗൾഫിൽ പോയി കഷ്ടപ്പെടുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തിനെ കൊള്ളയടിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾ നിന്നു കൊടുക്കുന്നു. അതാണ് പ്രശ്നം.